അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ ഫ്രീ മെത്തേഡാണ്. ഓൺലൈൻ വഴിയായിട്ട് നമ്മൾ മറ്റ് പ്രൊഡക്റ്റുകളെയും സർവീസുകളെയും പ്രൊമോട്ട് ചെയ്ത് കമ്മീഷൻ ഏൺ ചെയ്യുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സ്വന്തമായിട്ട് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നല്ല കമ്മീഷൻസ് തരുന്ന, അതായത് ബെറ്റർ കമ്മീഷൻസ് നമുക്ക് കിട്ടുന്ന കുറച്ച് കമ്പനികളുടെ ഡയറക്റ്റ് അഫിലിയേറ്റ് സെയിൽസ് സെൻറ്ററാണ്. അതായത് നമുക്ക് പല അഫിലിയേറ്റ് ഏജൻസികളും മാർക്കറ്റ് പ്ലേസുകളും ഉണ്ടെങ്കിൽ പോലും പല കമ്പനികളും ഡയറക്റ്റായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിനെ അലോ ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരു 3-4 കമ്പനികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും ആദ്യമുള്ളത് അസ്ട്ര എന്ന് പറയുന്ന കമ്പനിയാണ്. അസ്ട്ര എന്ന് പറയുന്നത് വേർഡ്പ്രസ് വെബ്സൈറ്റുകൾക്ക് വേണ്ടിയിട്ട് തീം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ബ്രെയിൻ സ്റ്റോം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു കമ്പനി നമുക്ക് തരുന്നത് ഏകദേശം $270 പെർ സെയിൽ. അതായത് നമ്മൾ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ ഇവരുടെ ഒരു സെയിലിന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന $270. അത് ഡിപ്പെൻസ് ഓൺ ദ സെയിലാണ്. അതായത് ഇവർക്കിപ്പം പല രീതിയിലുള്ള സെയിലുകളുണ്ട്. ഇപ്പോൾ $49 ഉണ്ട്, $79 ഉണ്ട്, $149 ഉണ്ട്. അപ്പോൾ എല്ലാം ഒരെണ്ണം വിറ്റാൽ $270 കിട്ടും എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ വിൽക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ അനുസരിച്ച് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഓരോന്നിൻ്റെയും വില ഈ ലൈഫ് ടൈമും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ലൈഫ് ടൈം പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ സെയിൽ ചെയ്യുന്നതിലാണ് കൂടുതൽ കമ്മീഷൻ നമുക്ക് കിട്ടുക. എനിവേ, നമ്മൾ ഇങ്ങനെയുള്ള കമ്മീഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്വന്തമായിട്ടൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു സൈറ്റ് വേണം. ആൻഡ് അതുവഴി അസ്ട്ര പ്രൊഡക്റ്റുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഒരിക്കലും നമ്മളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വഴിയല്ല നമ്മളിത് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ സെർച്ച് ചെയ്ത് വരുന്നവരുടെ മുമ്പിൽ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യണം. അപ്പോൾ നമുക്കതിനനുസരിച്ച് SEO നോളജ് ഉണ്ടായിരിക്കണം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഈ രീതിയിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് SEO പഠിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സൈഡ് ഇൻകം ഒരിക്കലും നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആൾക്കാർ വരും. നമ്മുടെ റെഫറൻസ് വഴി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ കമ്മീഷൻസ് കിട്ടും. അപ്പോൾ ഇവർ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവരുടെ ലീഡിങ് അഫിലിയേറ്റ്സ് ഒക്കെ മോർ ദാൻ 5,000, അതായത് $5,000 മുകളിൽ ഏൺ ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഏകദേശം 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയൊക്കെ ഒരു മാസം ഇവരുടെ ലീഡിങ് ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റേഴ്സ് ഏൺ ചെയ്യുന്നുണ്ട് ഇതുപോലെ തീമുകൾ സെല്ല് ചെയ്തിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്തു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്തു തന്നു. ആ ലിങ്ക് അപ്പോൾ ക്ലിക്ക് ചെയ്ത് വാങ്ങിയില്ലെങ്കിൽ പോലും ആ ലിങ്ക് അവർ ഒരു വട്ടം ക്ലിക്ക് ചെയ്തു, ആ വെബ്സൈറ്റിൽ കയറി, പിന്നെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വാങ്ങിയാൽ പോലും നമുക്ക് ആ കമ്മീഷൻ കിട്ടും. അതാണ് ഈ 60 days കുക്കീസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ടൈമിൽ മാത്രം സൈറ്റിൽ കയറി വാങ്ങിയാൽ മാത്രമേ കമ്മീഷൻ കിട്ടുള്ളൂ. പിന്നീട് അവർ ആ സൈറ്റിൽ കയറിയാൽ നമുക്ക് കമ്മീഷൻ കിട്ടില്ല എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത്. നേരെ നമുക്ക് 60 days വരെ, അതായത് 2 മാസം വരെ, 2 മാസത്തിനുള്ളിൽ വരെ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം 2 മാസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്താലും നമുക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എലമെൻ്റർ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. എലമെൻ്റർ എന്ന് പറയുന്നത് വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് തീം അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡർ എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. എലമെൻ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. എലമെൻ്റർ ഒരു ഫ്രീ ടൂളാണ്. എലമെൻ്ററിൽ ഫ്രീ വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് വേർഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 50% കമ്മീഷൻ കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പേജ് ബിൽഡർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ $59 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ പ്ലാനുകളും ഉണ്ട്. ഓരോ പ്ലാനുകളും $99 ഉണ്ട്, $200 ഉണ്ട്, $400 ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എത്രത്തോളം വലുത് വിൽക്കുന്നുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ 50% നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെയൊക്കെ തരുന്നത് ഇതെല്ലാം ഇപ്പം ഇയറിലേക്കാണ് വാങ്ങുന്നത്. ഇപ്പോൾ $59 പെർ ഇയറാണ്. അടുത്ത വർഷം ഇവർ വീണ്ടും റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ റിന്യൂവൽ തരുന്ന കമ്പനികളും ഉണ്ട്. എലമെൻ്റർ തരുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെ
നമുക്കിപ്പം $199 ഒരു പ്ലാൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $100 കിട്ടും. ആ $100 അവർ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും റിന്യൂ ചെയ്യുമ്പോൾ റെക്കറിംഗ് ആയിട്ട് കിട്ടുന്ന കമ്പനികൾ അല്ലെങ്കിൽ റെക്കറിംഗ് ആയിട്ട് തരുന്ന കമ്പനികൾ വേറെയുണ്ട്. എലമെൻറ്ററിൽ നമുക്ക് അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് വേണം, നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. ഇവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അവരോട് പറയണം എങ്ങനെയാണ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അഫിലിയേറ്റ് എടുക്കണം. ആദ്യമൊക്കെ റിജക്റ്റ് ആയാലും വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവർ അപ്രൂവലാക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കൂടുതൽ കമ്മീഷൻ തരുന്നൊരു കമ്പനിയാണ് എലഗൻറ്റ് തീംസ്. എലഗൻറ്റ് തീംസ് എന്ന് പറയുന്നത് ഡിവി എന്നൊരു തീം അല്ലെങ്കിൽ ഡിവി എന്ന് പറയുന്ന ഒരു വേർഡ്പ്രസ് തീം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരും തരുന്നുണ്ട് 50% കമ്മീഷൻ. ഇവർ റെക്കറിംഗ് ആയിട്ടാണ് തരുന്നത്. ഇവരുടെ ഇപ്പോൾ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $89 ഇവരുടെ ഒരു വർഷത്തെ ചാർജ് വരുന്നത്. ഈ $89 ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ $45 കിട്ടും. അതുപോലെ 287 പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അതിൻ്റെ 50% നമുക്ക് കിട്ടും. ഇനി ഇതിലും കൂടി ലൈഫ് ടൈം ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും 50% കിട്ടും. ഇത് ഓരോ വർഷവും റിന്യൂ ചെയ്യുമ്പോഴും നമുക്ക് ഈ കമ്മീഷൻ കിട്ടും. അങ്ങനെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇത് റിന്യൂവൽ റെക്കറിങ് എമൗണ്ട് ആയിട്ടാണ് കിട്ടുന്നത്. ഒരുപാട് പേര് ഇത് സെല് ചെയ്തിട്ട് നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ഇപ്പോൾ എലഗൻറ്റ് തീംസ് അല്ലെങ്കിൽ ഡിവി തീം എന്നൊക്കെ പറയുന്നത് സെല് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. അതല്ലാതെ നമ്മളിതിനെക്കുറിച്ചിട്ട് അറിയാതെ നമുക്കിത് സെല് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള ഗുണവും ദോഷമൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക് മനസ്സിലാക്കിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് അറിയണം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ നമ്മൾ ഹയർ ചെയ്യണം. ഇപ്പോൾ ഡി വി തീം വേണം എന്നുള്ളവർ കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഡി വി റിസോഴ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡി വിയെ കുറിച്ചിട്ട് മാത്രം ഒരു ബ്ലോഗ് ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ ഡി വി തീമിനെ കുറിച്ചിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ഏറ്റവും മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു തീം തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു തീമാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ക്രിയേറ്റ് ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, ഇതുപോലെ നമുക്ക് സെയിൽസ് കിട്ടും. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഡി വി തീം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി വി തീം എൻ്റെ ഒരു അഫിലിയേറ്റ് ഡാഷ്ബോർഡ് ഇതാണ്. ഞാൻ യൂഷ്വലി ഇത് സെയിൽ ചെയ്തിട്ടില്ല. കുറച്ച് പ്രാവശ്യം മാത്രമേ സെയിൽ ചെയ്തിട്ടുള്ളൂ. കുറച്ച് നാൾ മുമ്പായിരുന്നു. ഞാൻ പിന്നെ ഇത് അധികം നോക്കിയിട്ടില്ല. ഇവിടെ നമുക്ക് $200 ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേ ഔട്ട് തരുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ത്രെഷോൾഡ് എമൗണ്ട് ഉണ്ട്. ഒരു $45 കിട്ടി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് $45 അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് മാക്സിമം $200 വരെ എത്തിക്കണം. അതിന് ശേഷം മാത്രമേ അത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. അതുപോലെ നമുക്ക് ഇവിടുന്ന് ലിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇനി ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇതാണ് ആസ്ട്ര തീമിൻ്റെത്. ആസ്ട്ര തീമും അത്യാവശ്യം ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളൊരു തീമാണ്. അപ്പോൾ ഇതൊക്കെ അപ്പം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ ഞാൻ തീമുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ട്യൂട്ടോറിയൽസ് എല്ലാം ഞാൻ കുറച്ച് നാളായിട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എനിക്കതനുസരിച്ച് സെയിൽസും കുറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ അഫിലിയേറ്റ് URLs കിട്ടും. ആ URLs എടുത്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്ത് എനിക്ക് കൂടുതൽ എൻക്വയറീസ് കൊടുത്ത് കൺവേർഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ അഫിലിയേറ്റ് ഇൻകം കൂടും. ഇവിടെയും ഒരു ത്രെഷോൾഡ് എമൗണ്ട് ഉണ്ട്. എത്ര ആണെന്നുള്ളത് ഞാൻ മറന്നുപോയി. എപ്പോഴും നമുക്ക് ഒരു കിട്ടുന്ന എമൗണ്ടിന് എനിക്ക് തോന്നുന്നു $100 കിട്ടിയാൽ മാത്രമാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നുള്ളതെന്ന് തോന്നുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോപ്പിഫൈ തീമിനെയാണ്. ഷോപ്പിഫൈ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ഇ-കൊമേഴ്സ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇ-കൊമേഴ്സിൽ ഷോപ്പിഫൈ തരുന്നൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഷോപ്പിഫൈയിൽ ഒരു ഷോപ്പിഫൈ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷോപ്പിഫൈയിൽ തന്നെ 3 ടൈപ്പാണ് ഒരു പേയ്മെൻറ്റ് വാങ്ങുന്നത്. ആദ്യത്തെ സ്റ്റാർട്ടർ പാക്കേജിൽ 2000 രൂപയാണ്. പിന്നെ അതിൽ തന്നെ നെക്സ്റ്റ് പ്ലാൻ 7000 രൂപയാണ്. അതിൻ്റെ അടുത്ത പ്ലാൻ 30,000 രൂപയാണ്. അതെല്ലാം സെല് ചെയ്താൽ നമുക്ക് 20% കിട്ടും.
ഷോപ്പിഫൈ പ്ലസ് എന്ന് പറയുന്നത് ഒരു എലീറ്റ് കാറ്റഗറിയാണ്. അതൊരു നമുക്ക് $2000 പെർ മന്ത് അവർ ചാർജ് ചെയ്യുന്നത്. അതായത് ഷോപ്പിഫൈ പ്ലസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് $2000 ഷോപ്പിഫൈക്ക് പേ ചെയ്യണം. അതിൽ ഒരു കുറേ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഒക്കെ തരുന്നുണ്ട്, കുറേ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ തരുന്നുണ്ട്. ഒരു ഷോപ്പിഫൈ പ്ലസ് യൂസറിനെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20% കിട്ടും. ഏകദേശം 30,000 രൂപ വരെ നമുക്ക് ഒരു മാസം കിട്ടും ഒരാളുടെ കയ്യിൽ നിന്ന്. അയാൾ എത്ര കാലം ഷോപ്പിഫൈ പ്ലസ് യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും കാലം നമുക്ക് 30,000 രൂപ കിട്ടും. അപ്പോൾ എനിക്ക് ഷോപ്പിഫൈ പ്ലസ് എനിക്കിത് റിവീൽ ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല, കാരണം കുറേ പ്രോമിനൻ്റ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഷോപ്പിഫൈ പ്ലസ് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എന്തുകൊണ്ടാണ് മറ്റുള്ളതിൽ നിന്ന് ഫോക്കസ് മാറി, അതായത് അസ്ട്ര തീമും DV തീമും എന്നൊക്കെ എൻ്റെ ഫോക്കസ് മാറുന്നതെന്ന്. നമ്മൾ കൂടുതൽ കമ്മീഷൻ കിട്ടുന്നിടത്തല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഷോപ്പിഫൈ പ്ലസ് എന്ന് പറയുന്നത് എനിക്കൊരു 5 കസ്റ്റമർ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒരു ഏകദേശം ഒരു $1,000 $1,500 എനിക്ക് മന്ത്ലി കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഷോപ്പിഫൈയുടെ POS എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ POS എന്ന് പറയുന്നത് ഈ POS സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മെർച്ചൻസിലൊക്കെ ഡെസ്കിലൊക്കെ, അതായത് കിയോസ്ക് ഡെസ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ യൂസ് ചെയ്യുന്ന ഷോപ്പിഫൈയുടെ POS നമ്മൾ റെഫർ ചെയ്താലും $500 നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ട് കിട്ടും. സോ ഇങ്ങനെയുള്ള ലീഡിങ് അഫിലിയേറ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കമ്മീഷൻസ് കിട്ടുക. പക്ഷേ ഇതിലെല്ലാം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക് നോളജ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് നമുക്കൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയണം, അതിനെ SEO ചെയ്യാൻ അറിയണം, അതിൽ പെയ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. സോ ഞാനീ പറഞ്ഞൊരു 5 എണ്ണമാണ് പറഞ്ഞത്, 5 or 4 എണ്ണമാണ് പറഞ്ഞത്. ഇനിയും ഒരുപാടുണ്ട് ലിസ്റ്റ് ഓഫ് ഇത്. ഞാൻ അത് പിന്നീട് നമുക്ക് കിട്ടുന്ന വീഡിയോയുടെ ഒരു റെസ്പോൺസിനനുസരിച്ച് വീണ്ടും ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, കൂടുതൽ ടിപ്സൊക്കെ ഷെയർ ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് മിസ്റ്റേക്കുകളിലേക്കും പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ വഴി സെല്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ജോബ് ചെയ്തിട്ട് ഒരുപാട് സ്കാമൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പോയി നിങ്ങൾ ഡയറക്റ്റ് കമ്പനികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു സ്കാമിനെയും പേടിക്കേണ്ട. കമ്പനിയെ നല്ലതുപോലെ പഠിച്ചിട്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഒരു കമ്പനി നിങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് എടുക്കില്ല, അപ്രൂവൽ ആക്കില്ല. അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്കാമുകളിൽ പോയി പെടുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കുക, ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.